ഹരി ഓം. ശ്രീമൻ ദേവി നാരായണീയം പാരായണം ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും രോഗശാന്തിക്കും താപശാന്തിക്കും ആണെന്നുള്ളത് തർക്കമില്ലാത്ത ഒരു സംഗതിയാണ്. ശ്രീമൻ ദേവി ഭാഗവതത്തിൽ ജഗദംബികയായ പരാശക്തിയുടെ പ്രാദുർഭാവവും അവിടുന്ന് നിർവഹിച്ചിട്ടുള്ള ശിഷ്ടജന പാലനവും ദുഷ്ടനിഗ്രഹവുമാണ് വർണ്ണിക്കപ്പെട്ടുള്ളത്. 12 സ്കന്ധങ്ങളിലായി 318 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളും ദേവി ഭാഗവതത്തിലുണ്ട്. വിഷ്ണു ഭാഗവതത്തിന് സംഗ്രഹം 400 വർഷങ്ങൾക്ക് മുൻപ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച ശ്രീമൻ നാരായണീയം എന്ന ഗ്രന്ഥം അനുദിനം പ്രശസ്തിയും പ്രചാരവും സിദ്ധിച്ചിരിക്കുന്നു. സ്വന്തം രോഗശാന്തിക്കും ലോകത്തിൻ്റെ താപശാന്തിക്കുമായി ഭട്ടതിരിപ്പാട് 1000-ലേറെ ഭക്തി സുരഭിലമായ ശ്ലോകങ്ങളുള്ള ശ്രീമൻ നാരായണി നിത്യപാരായണത്തിന് ഉത്തമമാണ്. ഇതുപോലെ തന്നെയാണ് ജഗദംബികയുടെ വാഗ്മയ രൂപമായ ശ്രീമദ് ദേവി ഭാഗവതത്തിന് സംഗ്രഹമായി വേദപണ്ഡിതനും ഭാഗവതോത്തമനും അനുഗ്രഹീത വാഗ്മിയും നൈഷ്ഠിക ബ്രഹ്മചാരിയുമായ പ്രൊഫസർ പാലേലി നാരായണൻ നമ്പൂതിരി 41 ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം ലോകത്തിൻ്റെ താപത്തെയും ആധിവ്യാധികളെയും ശമിപ്പിക്കും. ദേവി നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. വ്യാസനിർമ്മിതമായ ദേവി ഭാഗവതത്തിന് സംഗ്രഹമാണ്. നവാഹയജ്ഞം നടത്തുന്നതിന് സമമാണ് ഈ ദേവി നാരായണീയ പാരായണം. ദേവി നാരായണീയം കംസന്റെ കയ്യിൽ നിന്നും വഴുതിച്ചാടി ആകാശത്തിൽ നിൽക്കുന്ന ദേവി തിരുവാർമളയപ്പൻ്റെ സഹോദരിയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ കരുണയും കരുതലും ഭക്തവാത്സല്യവും അതിരറ്റതാണ്. തിരുവാറന്മുള പൊന്നുംതോട്ടത്തിലെ അമ്മയുടെ പാദചരണങ്ങളിൽ ഈ നാമനൈവേദ്യം സമർപ്പിക്കുന്നു. ഈ ഗ്രന്ഥത്തിലെ 1-ാം ദശകവും 40-41 ദശകങ്ങളും നിത്യപാരായണത്തിന് ഉത്തമമാകുന്നു. ശ്ലോകം 1 മുതൽ ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ശ്ലോകം 1. ദേവി മഹിമയാണ് ആ ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ദശകം 1. ഓം സദ്ഗുരുവേ നമഃ. യസ്മിന്നിദം യദൈദം യദിദം യദസ്മാൻ ഉത്തീർണ രൂപമപി പശ്യതി യൻ സമസ്തം നോ ദൃശ്യത്തെ ച വചസാം മനസശ്ച ദൂരേ യദ്ഭാതി ജാതി മഹസേ പ്രണമാമി തസ്മൈ ശ്രീ മഹാദേവ്യൈ നമഃ. അന്യവും അർത്ഥവും. ഇതം യത് ഈ ജഗത്ത് ഇതെന്ന് ഏതൊന്നാണോ, ഇതം യതഃ ഇത് ഏതിനാൽ നിർമ്മിതമാണോ, ഇതം യസ്മിൻ ഇത് ഏതിൽ വർത്തിക്കുന്നുവോ, യത് അസ്മാൻ ഉത്തീർണ രൂപം ഏത് ഇതിനപ്പുറം സ്ഥിതി ചെയ്യുന്നുവോ, യത് സമസ്തം ഏത് എല്ലാത്തിനെയും അഭിപശ്യതി നേരിൽ കാണുകയും, നോ ദൃശ്യതേജ സ്വയം ആരാലും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവോ, യത് വചസാം മനസ്സച്ഛ ദൂരേ ഏതൊന്ന് വാക്കുകൾക്കും മനസ്സിനും അപ്പുറത്ത്, ഭാതിജ ശോഭിക്കുന്നുവോ, തസ്മൈ ആദിമഹസേ അതിന് ആ ആദിമഹസിന് പ്രണമാമി ഇതാ നമസ്കാരം. വേദവ്യാസകൃതമെന്ന് പ്രസിദ്ധമായ ദേവി ഭാഗവതത്തെ അവലംബിക്കുന്നത് 41 ദശങ്ങളിലായി മൊത്തം 480 ശ്ലോകങ്ങളോട് കൂടിയതും ദേവീസ്തുതി രൂപവുമായ ദേവി നാരായണി എന്ന ഈ കൃതി നിർവിഘ്ന പരിസമാപ്തിയർത്ഥമായ ഇഷ്ടദേവത നമസ്കാരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ആദിമഹസിനെ പ്രണമിച്ചുകൊണ്ടാണ് ഈ കൃതി തുടങ്ങുന്നത്. ഏതാണ് ആദിമഹസ്? മഹസ് എന്നാൽ തേജസ് എന്നാണ് അർത്ഥം. ആദിമമായ തേജസ് ആദിമഹസ്. ബ്രഹ്മം, ആത്മാ എന്നീ പദങ്ങൾ കൊണ്ട് ഏതൊന്നിനെ വേദാന്ത ശാസ്ത്രം വിവക്ഷിക്കുന്നുവോ അതുതന്നെയാണ് ഈ ആദിമഹസ്. ധ്യാനമഗ്നരായ യോഗീശ്വരന്മാർക്ക് തേജോരൂപമായിട്ടാണ് ഇത് അനുഭവപ്പെടുക. സർവേശ്വരിയുടെ ആ മഹത്തത്വത്തെ ഏറ്റവും അധികം പ്രകീർത്തിക്കുന്നു. ആദിമഹസിനെ വാഴ്ത്തിക്കൊണ്ടാണ് ഈ ശ്ലോകം തുടങ്ങുന്നത്. സർവേശ്വരിയുടെ ആ മാഹാത്മ്യത്തെ പ്രതിപാദിക്കുന്നുണ്ട്. ആദിയിൽ ഉണ്ടായിരുന്നത് ഏകവും
അദ്യവുമായ ഈ തേജസ് മാത്രം അങ്ങനെ ശോഭിച്ചിരുന്നു. അതിൽ നിന്നും പൊട്ടിപ്പടർന്ന് രൂപം പൂണ്ടു വന്നതാണ് ദൃശ്യമായ ഈ ജഗത്ത്. ഇതിൻ്റെ കർത്താവും കാരണവും അധിഷ്ഠാനവും എല്ലാം ഈ ആദിമാസം തന്നെ. അരണ്ട വെളിച്ചത്തിൽ കയർ പാമ്പെന്ന മട്ടിൽ അവ ഭാസിക്കാറുണ്ടല്ലോ. ആരോപിതമായ ഈ പാമ്പിൻ്റെ കർത്താവും കാരണവും അധിഷ്ഠാനവും ഈ കയർ തന്നെയാണ്. ത്രികാലത്തിലും കയറല്ലാതെ മറ്റൊന്നും ഇവിടെ കാണുന്നില്ല. പാമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ നാം ആരംഭിച്ചിരിക്കുന്ന പാമ്പ് നല്ല പ്രകാശം വരുന്നതോടെ അവിടുന്ന് ഇല്ലാതാകുന്നു. അവിടെ കയറായിട്ട് തന്നെ തീരുന്നു. അതുപോലെയാണ് ഇവിടെ പാമ്പിൻ്റെ കാരണമായ കയറിന് യാതൊരു പരിണാമവും സംഭവിക്കുന്നില്ല. കയറിൽ പാമ്പ് എന്ന് നമുക്ക് തോന്നിക്കുന്നതാണ്. അങ്ങനെ തന്നെയാണ് ആദ്യം മഹസ്സിൽ ഉദാഹരണമാണത് ജഗത്ത് ആരോപിക്കപ്പെടുന്നത്. കയറിൽ നിന്ന് അന്യമായ ഒന്നും പാമ്പില്ലാത്തതുപോലെ ആദ്യ മഹസ്സിൽ നിന്നും അന്യമായിട്ടുള്ള ഒന്നും ഈ ജഗത്തിൽ ഇല്ല. വലിപ്പത്തിൽ കയറും പാമ്പും പക്ഷേ ഇക്കാര്യത്തിൽ ആദിമഹസ്സും ജഗത്തും സ്ഥാനമല്ല. ഈ ആദിമഹസ്സിൻ്റെ 1/4 ഭാഗം മാത്രമേ ജഗത്തായി അനുഭവപ്പെടുന്നുള്ളൂ. 3 ഭാഗം ദിവ്യമായി തന്നെ വർത്തിക്കുന്നു എന്നാണ് പുരുഷ സൂക്തത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദിമഹസ് ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ തന്നെ എല്ലാം നേരിട്ട് കാണുന്നു. അതിന് പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അത് ആരാലും കാണപ്പെടുന്നത് കാരണം സൂക്ഷ്മമാണ്. അത് ഗുണങ്ങൾക്കെല്ലാം അതീതമാണ്. മനസ്സും വാക്കും ഗുണമയം ആകയാൽ ആ മഹസ്സിലേക്ക് എത്തുന്നില്ല. മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ വാക്കുകൊണ്ട് വർണ്ണിക്കാനോ സാധിക്കാത്തതാണ് ഈ ആദിമഹസ്. ഇതിനെ കണ്ണിൻ്റെ കണ്ണെന്നും മനസ്സിൻ്റെ മനസ്സെന്നും ഒക്കെയാണ് ഉപനിഷത്ത് മന്ത്രങ്ങൾ വിവരിക്കുന്നത്. കാരണം അവരവരുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ആ ശക്തിയാണ് ആദിമഹസ്. ഇങ്ങനെ വാക്കിനും മനസ്സിനും അപ്രാപ്യവും അതേസമയം സർവ്വകാരണവും സർവ്വാശ്രയവുമായി ആദിമഹസിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ ഭക്തിപൂർവ്വം പ്രണമിക്കുകയാണ് ഗ്രന്ഥകർത്താവ്. ഈ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഏതു കാര്യവും യഥോചിതം നിർവഹിക്കപ്പെടൂ എന്ന് ഗ്രന്ഥകർത്താവ് ദൃഢമായി വിശ്വസിക്കുന്നു. സർവകാര്യങ്ങളും നടക്കണമെങ്കിൽ അവിടുത്തെ ഒരു കൃപാകടാക്ഷം എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. ആ കൃപാകടാക്ഷം നേടുവാൻ നാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾക്കൊന്നും വിഘ്നം കൂടാതെ എല്ലാം ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിക്കണം. നമ്മുടെ നിഷ്കാമ ഭക്തിയോടുകൂടി. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ജോലിയും ചെയ്യുന്നതോ ഒന്നും ഒരു ഫലാസക്തി കൂടാതെ വേണം നമ്മുടെ കർമ്മങ്ങളൊക്കെയും ചെയ്യുവാൻ. ആ സർവേശ്വരുടെ പാദകമലങ്ങളിൽ നമ്മുടെ സുഖവും ദുഃഖവും നമ്മളെയും നമ്മുടെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ഭജിച്ചാൽ അമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല. അമ്മ നമ്മുടെ കൂടെ തന്നെ കാണും. ഓരോ നിമിഷവും നമുക്ക് എന്തൊക്കെ ദുഃഖം സംഭവിച്ചാലും ആ പാദത്തിൽ നിന്നും നാം പിന്മാറുന്നില്ല. അവിടുത്തെ അടിമലർ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് അടിമലറിനെ ആശ്രയിക്കുന്നു. ആ സർവേശ്വരുടെ കൃപാകടാക്ഷത്തിനായി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദത്തിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഹരി ഓം നമസ്തേ.